ദൈവത്തിൻ്റെ വചനം എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നാം പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്, ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്നാൽ എൻ്റെ വചനത്തിനോ വള്ളിക്കോ പുള്ളിക്കോ യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരനും ആ കാര്യം തന്നെയാണ് മുന്നമേ പറഞ്ഞിരിക്കുന്നത്. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായി ഇരിക്കുന്നു എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായി ഇരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ, ഹല്ലേലൂയ, സ്തോത്രം, പത്രോസ് അപ്പോസ്തലനും ഇതേ കാര്യം പറയുകയാണ്. അതിൻ്റെ 1 പത്രോസ് 1:25 പറയുന്നു, കർത്താവിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു, അതാകുന്നു നിങ്ങളുടെ പ്രസംഗ വചനവും. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുമ്പോൾ ആ നിലനിൽക്കുന്ന വചനത്തിൻ്റെ, ഹല്ലേലൂയ, സ്തോത്രം, ആ വചനത്തിൽ നിന്നുകൊണ്ടാണ് നാം ഓരോരുത്തരും പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമുക്ക്, ഹല്ലേലൂയ, സ്തോത്രം, പുറമെ ഒരു കാര്യങ്ങളെയും നമുക്ക് പറയുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന, ഹല്ലേലൂയ, സ്തോത്രം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ നമുക്ക് അനേക ഭാഗങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ പഴയ നിയമ വിശുദ്ധന്മാരാകട്ടെ പുതിയ നിയമ വിശുദ്ധന്മാരാകട്ടെ അവരുടെ ജീവിതങ്ങളിൽ ദൈവമായ കർത്താവ് നടത്തിയ വിധങ്ങളെക്കുറിച്ച് നാം പറയുമ്പോൾ ദൈവവചനം, ഹല്ലേലൂയ, സ്തോത്രം, ആരുടെ ഹൃദയത്തിലേക്ക് അത് കടന്നു വരുന്നോ, ഹല്ലേലൂയ, സ്തോത്രം, അത് പാറയെ തകർക്കുന്ന ഒരു ചുറ്റിയെ പോലെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം കടന്നു വരുമ്പോൾ നാം എന്ത് ചെയ്യുന്നു? അതിനെ നാം ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഏറ്റെടുത്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്ന? നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ ജീവിതത്തിൽ അനേക കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, കുറ്റങ്ങളുണ്ട്. എന്നെ നോക്കുമ്പോൾ എനിക്ക് ഒരു കുറവും കാണത്തില്ല. എന്നാൽ മറ്റുള്ളവർ നോക്കുമ്പോൾ അനേക കുറവുകൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കും. എന്നാൽ ഇതുപോലെ പല വ്യക്തികൾക്കും അവരവർ നോക്കുമ്പോൾ അവർ എല്ലാം സാറ്റിസ്ഫാക്ഷൻ നല്ലതാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു പെർഫെക്റ്റ് തന്നെയാണ്. പക്ഷേ എങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, പ്രത്യക്ഷത്തിൽ, ഹല്ലേലൂയ, നമ്മുടെ ഒരു വാക്ക് പോലും, ഹല്ലേലൂയ, സ്തോത്രം, അത് മറ്റുള്ളവരെ വേദനപ്പെടുത്തുന്നതാണുള്ളത് എന്ന് പകൽക്കാലം നാം ഓർക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനത്തെയാണ് നാം പ്രസ്താവിക്കുന്നത്. ഹല്ലേലൂയ. അത് വളരെ അർത്ഥവത്തായ ഒരു വാക്യമായിട്ട് അവിടെ പത്രോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ തുടർമാനമായിട്ട് പത്രോസിന്റെ ലേഖനങ്ങളെ നാം പഠിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന വളരെ കട്ടിയായിട്ടുള്ള കാര്യങ്ങളെയാണ് അവിടെ വെളിപ്പെടുത്തി ഇരിക്കുന്നത്. എന്നാൽ പത്രോസ് ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ലഘുവായിട്ടാണ് തരുന്നതെന്ന്. നമ്മൾ പലപ്പോഴും നാം ചിന്തിക്കണം, ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ, ഹല്ലേലൂയ, സ്തോത്രം, രൂപാന്തരപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ എന്ത് ചെയ്യുന്നു? വഴി നടത്തുന്നത്. നാം ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുവാൻ തക്കവണ്ണം ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് ഒരിക്കലും ആ തെറ്റിലേക്ക് നമ്മളെ നയിക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമെല്ലാം നിന്നെ പിന്തുടരും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു വാക്ക് പോലും വള്ളി പോലും മാറത്തില്ല. അതുകൊണ്ടാണ്, ഹല്ലേലൂയ, സ്തോത്രം, ഇവിടെ പറയുന്നത്, മത്തായിയുടെ സുവിശേഷം അതിന്റെ 5:18 പറയുന്നു, ആകാശവും ഭൂമിയും മാറിപ്പോകും, ഒഴിഞ്ഞു പോകും വരെ സകല എന്ന് വായിച്ചേ, വാനവും ഭൂമിയും ഒഴിഞ്ഞു പോനാലും ന്യായ പ്രമാണത്തിലുള്ള ഇതെല്ലാം വെളിവേറും അളവും അതിൽ ഒരു சிறு எழுத்தாகிலும் ஒரு எழுத்தின் உறுப்பாகிலும் ஒளிந்து போகாது என்று மெய்யாகவே உங்களுக்கு சொல்லுகிறேன். ஆமென். ஹல்லேலூயா. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. കാരണം ഈ പ്രമാണം വെച്ചിട്ടായിരിക്കും നമുക്ക് ന്യായവിധി വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അത് ഇന്ന് നാം ജഡത്തിലായിരിക്കുമ്പോൾ നാം പലതും ചെയ്ത് നമ്മൾ കൂട്ടുന്നുണ്ട്. പക്ഷേ അത് നാം വിചാരിക്കുന്നു മറ്റുള്ളവർ ആരും അറിയുന്നില്ല എന്ന്. അത് സത്യം തന്നെയാണ്, മറ്റുള്ളവർ അത് അറിയുന്നില്ല. എന്നാൽ ഹല്ലേലൂയ, അഗ്നി ജ്വാലിക്കൊത്ത കണ്ണുകളുള്ളവരായ ദൈവം സകലതും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ആകാശവും ഭൂമിയും മാറിപ്പോയാലും അവന്റെ വചനത്തിന്റെ വള്ളിക്ക് പുള്ളിക്ക് ഒരു മാറ്റം ഉണ്ടാകത്തില്ല എന്ന്. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് അതിന്റെ 91 വാക്യത്തിലോട്ട് നാം കടന്നു വരുമ്പോൾ, അവ ഇന്ന് വരെയും സ്തോത്രം 90, നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു, നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ വിശ്വസ്തത തലമുറ തലമുറയായിട്ടാണ്, ഹല്ലേലൂയ, സങ്കേതമായിട്ടാണ് നമ്മെ കൊണ്ട് നടത്തുന്നത്. ഇന്ന് പലരും ദുബായിലേക്ക് വരുമ്പോൾ പറയുന്നത് ഇതാണ് അവരുടെ സങ്കേത നഗരമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. പണ്ട് കാലങ്ങളിലൊക്കെ അനേക കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ട്, ഹല്ലേലൂയ സ്തോത്രം, അവർ നാട് വിട്ട് ലോഞ്ച് വഴിയൊക്കെ നാട് വിട്ടൊക്കെ വന്ന് ഇവിടെ വന്നവരൊക്കെയാണ് പല പഴയ ആളുകളൊക്കെ. എന്നാൽ ആ വന്ന ആളുകളൊക്കെ ഇന്ന്, ഹല്ലേലൂയ സ്തോത്രം, അവർ വലിയ മാറ്റത്തിന്റെ ഒരു ലെവലിലേക്കൊക്കെ പോയിട്ടുണ്ട്. അവർ സങ്കേത നഗരമായിട്ട് ഇതിനെ കണ്ടെത്തി അതിൽ നിന്ന് ഒത്തിരി നന്മകളൊക്കെ അവർ കണ്ടോണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന്, ഹല്ലേലൂയ സ്തോത്രം, അതുപോലെ തെറ്റുകൾ ചെയ്തിട്ട് ആർക്കും ഇവിടെ വന്ന് പാർക്കാൻ കഴിയത്തില്ല. കാരണം ഇവിടുത്തെ ഗവൺമെന്റും നമ്മുടെ ഗവൺമെന്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്, ഒരു റിലേഷൻ ഉണ്ട്. കുറ്റം ചെയ്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ സ്തോത്രം, അവര് ഇന്റർപോളിനെ അറിയിക്കും, അവരിവിടെ വരും, വന്നിട്ട് അതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവർ ചെയ്തു കൊടുക്കും. ഇവിടുത്തെ പോലീസിന്റെ അകമ്പടിയോടുകൂടി തന്നെ അവരെന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്യാനിടയായി തീരും. അതുപോലെയുള്ള നിയമങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. അത് ഇവിടെ മാത്രമല്ല, എല്ലാ ഗൾഫ് കൺട്രീസിലായാലും കൊള്ളാം, എല്ലായിടങ്ങളിലും. കാരണം എന്തുകൊണ്ടാണ്? ഈ കുറ്റകൃത്യങ്ങൾ അനവധിയായിട്ട് വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ ഇന്ന് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു, നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. ഈ ഭൂമി ദൈവത്തിന്റെ കയ്യിലാണ്, അത് നിലനിർത്തിയിരിക്കുന്നു. ആ ഭൂമിയിലാണ് ദൈവം കാലിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ ഭൂമിയിലാണ് നാം നിൽക്കുന്നത്. നാം നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ അടുത്ത 91 വാക്യത്തിൽ പറയുന്നു, അവ ഇന്ന് വരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു, സർവ്വ സൃഷ്ടികളും തന്റെ ദാസന്മാരല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ സൃഷ്ടിയിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ ദാസന്മാരാണ്. ഹല്ലേലൂയ. അവിടെ വലിപ്പ ചെറുപ്പം ഒന്നുമില്ല, എല്ലാവരും ദൈവത്തിന്റെ ദാസന്മാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർ വരെയിലും ദൈവസഭയിലാകട്ടെ എവിടെയായാലും ദൈവത്തിന്റെ ദാസന്മാരാണ്. അവരവരുടെ പ്രവൃത്തിക്ക് അനുസരിച്ച്, അവരവരുടെ വേലയ്ക്ക് അനുസരിച്ച് ദൈവം അതിൻ്റെതായിട്ടുള്ള പ്രതിഫലം ദൈവം നൽകിക്കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. യെശയ്യാവ് 48:13 പറയുന്നു, എൻ്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു, എൻ്റെ വലം കൈ ആകാശത്തെ വിരിച്ചു, ഞാൻ വിളിക്കുമ്പോൾ അവ ഒക്കെയും ഉളവായി വന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സകലത്തെയും കൈവേലയായിട്ട് ദൈവം നിർമ്മിച്ചിരിക്കുന്നതാണ്. ആകാശത്തെ ആകട്ടെ, ഭൂമിയെ ആകട്ടെ, ഹല്ലേലൂയ, നക്ഷത്രങ്ങളെ ആകട്ടെ, ഹല്ലേലൂയ സ്തോത്രം, എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിപ്പാണ്. ഹല്ലേലൂയ. ദൈവം സൃഷ്ടിക്കാതെ ഒന്നും തന്നെ ഈ ലോകത്തിലില്ല. ഇന്ന് പലതും മനുഷ്യർ കണ്ട് ഹല്ലേലൂയ സ്തോത്രം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സയന്റിസ്റ്റുകളൊക്കെ, ഹല്ലേലൂയ ബുദ്ധിസ്റ്റുകൾ, സയന്റിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന അവരെല്ലാം അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോന്നും, ഹല്ലേലൂയ സ്തോത്രം, എല്ലാം ദൈവത്തിന്റെ കൈവേലയിൽപ്പെട്ട കാര്യങ്ങളാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തന്നെ പറയുന്നുണ്ട്, ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന്. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞ കാര്യമാണ്, ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. ആവർത്തന പുസ്തകം 4:19 പറയുന്നു, നീ ആകാശ സൈന്യത്തെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി കാണുമ്പോൾ അവ നമസ്കരിക്കാതിരിപ്പാനും സേവിക്കാതിരിപ്പാനും, ഹല്ലേലൂയ സ്തോത്രം, വശീകരിക്കാതിരിപ്പാനും തക്കവണ്ണം, ഹല്ലേലൂയ സ്തോത്രം, എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഇതിനെ ഒന്നും വശീകരിക്കാനൊന്നും നമ്മൾ പോകരുത്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് കാണാം, അനേക ആളുകൾ രാവിലെ പ്രഭാതത്തിൽ തന്നെ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, വെള്ളത്തിലൊക്കെ ഇറങ്ങി നിന്നിട്ട് ചെയ്യുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഒന്നും നമസ്കരിക്കാനല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ മാത്രമേ നമസ്കരിക്കാൻ പാടുള്ളൂ. കാരണം ഇതൊക്കെ ദൈവം ഒരു സൈന്യം പോലെ ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതാണ്. കാരണം അത് സൂര്യൻ എന്തിനാണ്? അത് വെളിച്ചം തരാൻ വേണ്ടിയിട്ടാണ്. നക്ഷത്രങ്ങൾ നമ്മൾ രാത്രി കാലങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ
മേഘത്തിൽ ആ നക്ഷത്രങ്ങളെ കാണുമ്പോൾ എത്ര ഭംഗിയായിരിക്കുന്നു. ഇതെല്ലാം ഇതിനെയൊന്നും നമസ്കരിക്കാനോ വശീകരിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നാം നിൽക്കുന്നുവെങ്കിൽ, ദൈവവചനത്തിന്റെ കൽപ്പന അനുസരിച്ച് നാം നിൽക്കുന്നുവെങ്കിൽ, നാം പ്രമാണത്തിനനുസരിച്ച് നിൽക്കുന്നുവെങ്കിൽ, നമ്മൾ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. നാം ഇതിന്റെ പുറകെ ഒന്നും നാം പോകത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. മാത്യു 5:45 പറയുന്നത്, സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഹല്ലേലൂയ പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. നാം സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന്റെ പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മെ ഹല്ലേലൂയ, സ്തോത്രം, നമ്മെ സൃഷ്ടിച്ചു. നാം ദൈവത്തിനു വേണ്ടി, ദൈവത്തിന്റെ ദാസനും ദാസിമാരുമായി ആയി തീരേണ്ടതിന് വേണ്ടി നമ്മെ ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ.